ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന് ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധത വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ചില സമീപനങ്ങൾക്ക് അദ്ദേഹം കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസം. മറ്റൊന്ന്, അഭിപ്രായ പ്രകടനം നടത്താനുള്ള ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിൻ്റെ പശ്ചാത്തലത്തിൽ മിസ്റ്റർ ടി കെ അഷ്റഫ് അധ്യാപകനാണ്. അദ്ദേഹം സ്കൂളിലെ ഇഷ്യൂവിനെ പറ്റിയിട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയല്ല, അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലിനെ പറ്റി അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന വിചിത്രമായ ശിക്ഷാവിധി. മറ്റൊന്ന്, നമ്മളെല്ലാം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്ന സഹോദരിയുടെ ദാരുണമായ അന്ത്യം. മറ്റൊരു സംഗതി, ആശാ വർക്കേഴ്സിൻ്റെ സമരത്തോട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എടുത്ത സമീപന രീതി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഞെട്ടിപ്പിക്കുന്ന, ആരെയും അമ്പരപ്പെടുത്തുന്ന വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഭവവികാസങ്ങൾ, ക്രമസമാധാന നില അടക്കമുള്ള രംഗത്ത് കാണുന്ന വലിയ തോതിലുള്ള അപജയം. ഇതിനെപ്പറ്റിയാണ് വളരെ ബ്രീഫായിട്ട് ഞാൻ പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം ചോദിക്കേണ്ടതും പറയാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്, അദ്ദേഹം ഒരു വലിയ കുറ്റക്കാരനെ പോലെ, അപരാധിയെ പോലെ ഗവൺമെൻറ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ കേട്ടു. എനിക്ക് ലോകത്തിൽ മറ്റൊന്നും വേണ്ട, ഞാൻ എടുക്കുന്ന പ്രൊഫഷൻ, അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വളരെ സ്ഫോടനാത്മകമായ സാഹചര്യം, കേരളത്തിൻ്റെ ആരോഗ്യനില നമ്മളെല്ലാം തന്നെ വളരെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം, ഇന്നത് എന്തുമാത്രം എന്താ പറയുക, ഒരു കയററ്റ പട്ടം പോലെ പോകുന്നു, കുത്തനെ ഇടിയുന്നു. അത് ഏതൊരാളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ആ പ്രൊഫഷൻ്റെ ഒരു നൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് അദ്ദേഹം ആരായിരുന്നു? അത് അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെ പറ്റി നടപടിയെടുക്കാനും അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്കിപ്പോൾ പോയില്ല. പക്ഷേ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന പീഡാനുഭവങ്ങൾ ചെറുതല്ല. ഒരു ഗവൺമെൻറ് എത്രത്തോളം തരം താഴ്ന്നു. ഞങ്ങളിവിടെ ഭരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു സത്യവും തുറന്നു പറയാൻ പാടില്ലെന്ന നിഷേധാത്മക സമീപനമാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. രാജ്യമാകെ അപലപിക്കേണ്ട നിലയിലുള്ള ഒരു സംഗതിയാണ് അത്. രണ്ടാമത് ഞാൻ പറഞ്ഞ നമ്മുടെ അഷ്റഫിൻ്റെ കാര്യം, സ്കൂളുകൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു പരിവർത്തനം ഈ ഡാൻസ് പ്രോഗ്രാമുമായിട്ട്, അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, എൻ്റെ കുട്ടി, അതെന്നെ വെച്ച് ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ കുട്ടി എങ്ങനെ എന്തെല്ലാം പഠിക്കണം, അതിൽ എന്തെല്ലാം സമീപന രീതി വേണം എന്നിത്യാദി കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതിൽ യോജിക്കേണ്ടവന് യോജിക്കാം, വിയോജിക്കേണ്ടവർക്ക് നിൽക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എന്താണ്, അഭിപ്രായം പറഞ്ഞാൽ അവനെ ക്രൂശിക്കുകയാണ്. നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിൾ പോലും പാലിക്കാതെ വളരെ ക്രൂരമായ വിധത്തിൽ എടുത്ത നടപടിയാണ്. നമ്മൾ അപലപിക്കേണ്ട അതിനെ മാത്രമല്ല, ഏത് പ്രൊഫഷൻ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാൻ ഇടയുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങൾ, ചില ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥത കാണിക്കുന്നു. ആ ആളുകളോട് ഗവൺമെൻറ് കാണിക്കുന്ന ക്രൂരത വളരെ വലുതാണ്. ഞാൻ പാർലമെൻറ്റ് ഉന്നയിച്ച ഒരു സംഘം നിങ്ങളെല്ലാവരും ശ്രദ്ധപ്പെട്ടാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. സഞ്ജയ് ഭട്ടിനോട് ഗുജറാത്ത് ഗവൺമെൻറ് എടുത്ത സമീപനം, ഡോക്ടർ കഫീൽ ഖാനോട് അന്നത്തെ UP ഗവൺമെൻറ് എടുത്ത സമീപനം. അതായത് കുട്ടിക്ക് ഓക്സിജൻ കിട്ടാത്തതിൻ്റെ ഫലമായി കുഞ്ഞുങ്ങൾ മരണപ്പെട്ട ഇന്ത്യയെ ഷോക്കടിപ്പിച്ചിട്ടുള്ള സംഭവവികാസം
അതിനെപ്പറ്റി കൃത്യമായിട്ട് തൻ്റെ പ്രൊഫഷൻ്റെ ഒരു ആത്മാർത്ഥത വെച്ചുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ അവിടുത്തെ കബീർ ഖാൻ സംസാരിച്ചു. ഇവിടെ വന്നിരുന്നു അദ്ദേഹം. പിന്നെ എന്തുമാത്രം അദ്ദേഹത്തെ പീഡിപ്പിച്ചു, സർവീസിൽ നിന്ന് പുറത്താക്കി, ദ്രോഹിച്ചു, ഒരുപാട് കാര്യങ്ങൾ വെച്ചു. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഹാരിസിലൂടെ കാണിച്ചിട്ടുള്ളത്. മറ്റൊന്ന് സഞ്ജയ് ഭട്ട് ബെസ്റ്റ് ഓഫീസറായിരുന്നു, IPS ബെസ്റ്റ് ഓഫീസറായിരുന്നു. ആ ഓഫീസർ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം ധാരാളമായിട്ട് അതിനെ പറ്റിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായം, ആ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അത് ഇഷ്ടമില്ലാതെ വരുന്നു. ഗുജറാത്തിലെ ഗവൺമെൻറ് അസഹിഷ്ണുത തോന്നുന്നു. എന്നാൽ ഞങ്ങളിവിടെ ഭരിക്കുന്ന സമയത്ത് ആരാണ് ഞങ്ങൾക്കെതിരായിട്ട് പറയാൻ എന്ന ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ധിക്കാരമാണ് ആ കാര്യത്തിൽ ഗുജറാത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ UP ഗവൺമെൻറ്റും കാണിച്ചത്. അതിൻ്റെ പതിപ്പുകളായിട്ട് കേരളം മാറുകയാണ്. ഇവിടെ ആർക്കും ഇവർക്കെതിരായിട്ടൊന്നും പറയാൻ പാടില്ല.